Hello guys, welcome to our channel AJ Creators. നമ്മൾ ഇന്നോട് ചെയ്യാൻ പോകുന്ന കുക്കിംഗ് സോണത്തെ ഒരു വീഡിയോ ആണ്. സോ നമുക്ക് ഇനി കുക്കിങ്ങിലോട്ട് പോവാം. നമ്മുടെ ബ്രെഡ് ബോണ്ടയ്ക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഒരു പാക്കറ്റ് ബ്രെഡ് വേണം, പിന്നെ 2 ഉരുളൻകിഴങ്ങ് വേണം, 2 സവാള വേണം, ആവശ്യത്തിന് വെളുത്തുള്ളി വേണം, ആവശ്യത്തിന് ഇഞ്ചി വേണം, പിന്നെ എരിവ് കൂടുതലുള്ളവർക്ക് പച്ചമുളക് കൂടുതലിടാം, പിന്നെ റസ്ക് പൊടി എന്തായാലും നിർബന്ധമാണ്, പിന്നെ മുട്ടയ്ക്കൊപ്പം കുരുമുളക് പൊടി മിക്സിയിലടിച്ചാണ് അത്. ഇതെല്ലാമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് നമ്മളിപ്പോൾ കുക്കറിൽ വേവിക്കാൻ പോവുകയാണ്. അതിനായിട്ട് സവാള, ഉരുളൻകിഴങ്ങ്, പച്ചമുളക് ഇതെല്ലാം കൂടി നമ്മൾ 5 മിനിറ്റ് നേരം പുഴുങ്ങിയെടുക്കേണ്ടതാണ്. അടുത്ത പാട്ടിലോട്ട് നടക്കാം. അപ്പോൾ ബ്രെഡ് നമുക്ക് ഇങ്ങനെ മിക്സിയിലിട്ട് പൊടിക്കണം. ബ്രെഡ് പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബ്രെഡ് ഒരു പാത്രത്തിലിട്ടാണ്. അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള ബ്രെഡും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതും കൂടിയും പൊടിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബ്രെഡ് പൊടിയില്ലേ, ബ്രെഡ് പൊടി, ആ ബ്രെഡ് പൊടിയിൽ നമ്മൾ ലേശം വെള്ളം വെച്ചിട്ട് നമ്മൾ ചെറിയൊരു കുഴമ്പ് പോലെ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇങ്ങനെ കണ്ട ഈ പരുവായി എടുക്കണം. ഇതിങ്ങനെ നമ്മൾ എന്താ പറയുക, ചപ്പാത്തി മാവൊക്കെ ഉണ്ടാക്കില്ലേ ആ രീതിയിലാക്കി എടുക്കണം. എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ സെറ്റാക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആക്കി വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇനി പരിപാടിക്ക് കിടക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ടുള്ള പാൻ വയ്ക്കുകയാണ്. എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഇടണം. കടുക് മൂത്ത് വരുമ്പോൾ നമ്മുടെ സവാള, പച്ചമുളക്, പിന്നെ ചതച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ആവശ്യത്തിന് ഉപ്പും ഇതെല്ലാം കൂടി നമ്മൾ മൂപ്പിക്കണം, വാട്ടണം. അപ്പോൾ ഗൈസ് നമ്മുടെ ഓരോരോ സാധനങ്ങളായിട്ട് നമ്മൾ ഇടാണ്. പച്ചമുളകും സവാളയും, പിന്നെ നമ്മളൊന്ന് മൂപ്പിക്കണം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും കൂടിയിട്ടുള്ളത് നല്ലോണം മൂത്തുണ്ട്. ഇനി ബാക്കി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ടുള്ളത് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല സ്മെല്ല് കിട്ടും. അപ്പോൾ നമ്മുടെ സവാള എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ ബ്രൗണിഷ് കളർ വരുമ്പോൾ നമുക്കറിയാം നല്ല സ്മെല്ലൊക്കെ വരുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ കുക്കറിൽ അടിച്ച് നേരത്തെ വെച്ചിട്ടുണ്ടല്ലോ വേവിക്കാൻ, അത് നമ്മൾ ഈ മിക്സിയിടാണ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം, കുറച്ചേരം മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എല്ലാ സംഭവവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി
ഇതിങ്ങനെ കോഴിക്കോട്ട പോലെ നമ്മളിങ്ങനെ ആക്കിയെടുക്കണം. ഇങ്ങനെ പരത്തി എടുക്കണം. എന്നാലും നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നമ്മുടെ മസാലയൊക്കെ ഉള്ളിലേക്ക് ഇട്ടിട്ട് സെറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ചപ്പാത്തി ഇങ്ങനെ പരത്തിയെടുക്കുക. ഇത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ. ഇതാണ് സിമ്പിളെന്ന് തോന്നുന്നത് എനിക്ക് സിമ്പിൾ ഇതാണ്. നിങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്യണം. നിങ്ങളിങ്ങനെ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ ഈ പിന്നെ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ മസാല ഉണ്ടല്ലോ, മസാല എടുത്തിട്ട് ഈ കുഴിയിലിടണം. ഈ കുഴിയിലിട്ടിട്ട് കുഴി മൂടണം. അപ്പോൾ നമ്മുടെ ഇത് ഇങ്ങനെ ഒരു റൗണ്ട് പോലെയൊക്കെ എടുത്തിട്ട് നമ്മുടെ മുട്ടയും പിന്നെ കുരുമുളകും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചാണ് ഇത്. അതിൽ മുക്കിയെടുത്തിട്ട് നമ്മുടെ ബ്രെഡ് പൊടിയിൽ റസ്ക് പൊടിയിൽ നമ്മളിങ്ങനെ മുക്കിയെടുക്കണം. മുക്കിയെടുക്കുമ്പോഴേക്കും നമ്മൾ ലാസ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ നമ്മൾ ചട്ടി വയ്ക്കുകയാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ ഓയിലാണ് എടുക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. അപ്പോൾ ഓയിൽ കുറവ് ഒഴിക്കണം, മുങ്ങി കിടക്കണം കേട്ടോ സാധനം, എന്നാലാണ് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ എണ്ണ ചൂടാവുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ തീ കൂട്ടിയിട്ട് കൊടുക്കണം. ഫ്രൈ ആവുന്ന വെച്ചിട്ട് നമ്മൾ മറിച്ചിടണം കേട്ടോ, പെട്ടെന്ന് ആയും. അപ്പോൾ നമ്മളതിന് അനുസരിച്ച് നമ്മൾ മറിച്ചിടുക. അപ്പോൾ നമ്മൾ ഇളക്കുമ്പോഴേ ശ്രദ്ധിക്കേണ്ടത് ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആകാലം പോലെ ആവും. അപ്പോൾ നമ്മൾ പൊട്ടി പോവാണ്ട് സൂക്ഷിക്കണ്ട. പിന്നെ ഒരു കാര്യം, പിന്നെ ഏകദേശം ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമ്മൾ തീ ഒന്ന് ചെറുതാക്കി ഇടണം. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ നമുക്കൊന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്വാദിഷ്ടമായ ബ്രെഡ് കൊണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പമായി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.